ഏത് ആക്ഷൻ, ആരുടെ ആക്ഷൻ, എന്ത് ആക്ഷൻ എന്ന് പറ. എന്തൊരു കഥ. പടം പോയി നോക്ക്, 150 രൂപ പോയി വേസ്റ്റായിപ്പോയി. 150 രൂപ കൊണ്ട് ഇതുപോലെ സ്ക്രിപ്റ്റ് അവരെ തയ്യാറാക്കാൻ ഒക്കുമോ? അവർക്കുള്ള ടിക്കറ്റ് ഊളംപാറ കുതിരോട്ടത്തേക്ക് അല്ല, ഇവിടത്തേക്കല്ല. ഇത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ തത്വം. നമ്മുടെ ജീവിതത്തിനകത്ത് വല്ല പുതുമയുണ്ടോ? രാവിലെ ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വിഷമിക്കരുത്. ഇതിൻ്റെ പണം മുടക്കിയ ആളുകളുണ്ട്. അദ്ദേഹത്തിനോട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. നേരിട്ടൊന്ന് ചോദിച്ചു, സാർ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ അത് നിയമപരമായി നമ്മളകത്തു. ഇത് മുഖ്യമന്ത്രി പറയുന്ന ഒരു പരിപാടി എന്നെ കൊണ്ട് പറയരുത്. നമുക്ക് ഒരു സീൻസ് ബൈ സീൻസ് ഒന്നും മാച്ച് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര തല്ലിപ്പള്ളി പടം വേറെ ഒരു പടവും ഇല്ല. ഏത് ആക്ഷൻ, ആരുടെ ആക്ഷൻ, എന്ത് ആക്ഷൻ എന്ന് പറ. എന്തൊരു കഥ. പടം പോയി നോക്ക്, 150 രൂപ പോയി വേസ്റ്റായിപ്പോയി. നല്ല അടിപൊളി പടം, എല്ലാം ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല, നല്ലതുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്. നല്ലൊരു പയ്യൻ്റെ പുതിയ പടം. കറക്റ്റായി, അത് നല്ല പടം. നമ്മൾ സാധാരണ ഒന്ന് കാണാൻ പോലെയുള്ള ഒരു സിനിമ. വലിയ നടന്മാരില്ലല്ലോ. വളരെ മോശമായി, കൊള്ളത്തില്ല, ഒന്നുമില്ല അതിൽ, കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ചുമ്മാ തമാശ. ഞാൻ കുഴപ്പമില്ല, നമ്മുടെ അഭിനയിച്ചവരാരും കുഴപ്പമില്ല, പക്ഷേ സ്റ്റോറി ഒന്നുമില്ല. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബിലോ ആവറേജ്, അത്രേ ഉള്ളൂ. പടം നമുക്ക് ഒരു സീൻസ് ബൈ സീൻസ് ഒന്നും മാച്ച് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സീൻസ് എല്ലാം നമുക്ക് ചിരി, കോമഡിയൊക്കെ വർക്കൗട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആവറേജ് മൂവി ആയിട്ട് തോന്നുന്നു. അതെ, ആനല്ല നല്ലത്. സൂപ്പർ പടം. അത് അവർക്കുള്ള ഇതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലയുണ്ട്, അമ്മക്കും ഒരു തലയുണ്ട്. അതിൽ അവരുടെ അറിവ് നമ്മൾ പകരണം, അതാണ്. അല്ല, 150 രൂപയല്ല വലുത്. 150 രൂപ കൊണ്ട് ഇതുപോലെ സ്ക്രിപ്റ്റ് അവരെ തയ്യാറാക്കാൻ ഒക്കുമോ? അത് ആസ്വദിക്കാനുള്ള ഒരു എളിമ നമ്മുടെ ഇതിൽ വേണം. അവർക്കുള്ള ടിക്കറ്റ് ഊളംപാറ കുതിരോട്ടത്തേക്ക് അല്ല, ഇവിടത്തേക്കല്ല. അതിൽ കൊള്ളുന്നത് എനിക്ക് പറയാൻ. ഇതല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞത്. 150 രൂപയോ 1500 കോടി രൂപയോ ചിലവാക്കി നമ്മളെ കൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ഒക്കുമോ? ഇത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ തത്വം. ജീവിതത്തിനകത്ത് പുതുമ വല്ലതും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് വല്ല പുതുമയുണ്ടോ? രാവിലെ ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. അതിൽ പുതുമ വല്ലതും ഉണ്ടോ? അതുപോലെ ഈ കാര്യങ്ങൾ. സിനിമയെ പറ്റി പറഞ്ഞാൽ സിനിമ സിനിമയാണ്. അതിനകത്ത് കഥ വരും, പാട്ട് വരും, അഭിനയം വരും, എല്ലാം വരും. ഒരു സിനിമയിലൊരു മോഷണം കണ്ടു, നമ്മൾ അത് അനുവദിക്കാറുണ്ടോ? നമ്മുടെ മുമ്പിൽ അത് നിയമപരമായി നമ്മളകത്തു. സിനിമയെ കാണുന്നതൊക്കെ നമ്മൾ കാണിക്കാൻ ഒക്കുമോ? ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വിഷമിക്കരുത്. ഇതിൻ്റെ പണം മുടക്കിയ ആളുകളുണ്ട്. അദ്ദേഹത്തിനോട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. നേരിട്ടൊന്ന് ചോദിച്ചു, സാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ശ്വാസങ്ങളത്തുണ്ട്. അതാണ് ഈ 150 കോടി രൂപ ചിലവാക്കിയ അദ്ദേഹമാണ്. ഇത് ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങളാണ് ഈ ലൊക്കേഷനൊക്കെ. പണം മുടക്കിയ അദ്ദേഹം ശ്വാസമംഗലത്ത് താമസമുണ്ട്, ഞാൻ തരാം. അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇത് മുഖ്യമന്ത്രി പറയുന്നൊരു പരിപാടി എന്നെ കൊണ്ട് പറയരുത്. മുഖ്യമന്ത്രി പറയുന്നൊരു പരിപാടിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല.